అధర్మాన్ని హరిచెయ్యగా యుగ యుగాన జగములోన పరి పరి విధాల్లోన విభవించే విక్రమ విరాట్ రూపమితడే. స్వధర్మాన్ని పరిరక్షించగా సమస్తాన్ని ప్రక్షాళించగా సముద్భవించే అవతారమిదే. ഹലോ ഹലോ ഹലോ. അതെ, എല്ലാവരുടെയും ലൈഫിൽ എപ്പോഴും സന്തോഷമൊന്നും കാണില്ല. എന്നാൽ ചില സന്തോഷങ്ങൾ നമുക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളും ആയിരിക്കും. ആക്ച്വലി അങ്ങനെ ഒരു ദിവസത്തിലേക്കാണ് ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ മനസ്സിൽ കൂടെ 100 ചോദ്യവും ഭയങ്കര ടെൻഷനും പിന്നെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ വിഷമങ്ങളൊക്കെയാണ് മനസ്സിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ, ഞാനിന്ന് ഇവിടെ നിന്ന് ഒരു 2-2.5 മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് ഒരു സ്ഥലം വരെ പോവാം. ആ സ്ഥലത്ത് ചുമ്മാ കറങ്ങാൻ പോകുന്നതൊന്നുമല്ല കേട്ടോ, ഒരു സ്പെഷ്യൽ കാര്യത്തിന് വേണ്ടി പോകുന്നതാണ്. സ്പെഷ്യൽ കാര്യത്തിന് വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ സ്പെഷ്യലായിട്ട് വിളിച്ചിട്ട് സ്പെഷ്യലായിട്ടൊരു കാര്യത്തിന് പോകുന്നത്. അങ്ങനെ ഞാൻ എന്താ പെട്ടിയും കിടക്കൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്താ എയർപോർട്ടിലേക്ക് ചെന്നു. അങ്ങനെ എയർപോർട്ടിലെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എന്താ ഏകദേശം ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് പോവാണ്. അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കയറി ഒക്കെ ഇരുന്ന് ഒരു 2.5 മണിക്കൂർ നല്ല മാന്യമായി ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും കണ്ണ് തുറക്കുന്നത് പിന്നെ നമ്മൾ ലാൻഡിങ് അനൗൺസ്മെൻറ്റ് കേട്ടോണ്ടാണ് ഞാൻ കണ്ണ് തുറക്കുന്നത്. അങ്ങനെ ചെന്നിറങ്ങിയപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ബ്രിസ്ബെയിനിൽ നിന്ന് മെൽബണിലേക്ക് വന്നൊരു കാര്യമാണ്. ഇത് ചുമ്മാ വന്നതൊന്നുമല്ല കേട്ടോ. എനിക്ക് ഇന്നിവിടെ ഒരു ഷോ ഉണ്ട്. ഷോ എന്ന് വെച്ചാൽ അതൊരു ഇൻ്റർനാഷണൽ ഷോയാണ്. അത് ഒരു ഇന്ത്യൻ ഷോയല്ല ശരിക്കും. ഞാൻ ഇവിടെ വന്നേക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ ഷോ ചെയ്യാനാണ്. നമ്മുടെ തൊട്ടടുത്ത ഒരു രാജ്യമായ ശ്രീലങ്കക്കാരുടെ ഒരു ഷോ ചെയ്യാനാണ് എന്നെ വിളിച്ചത്. അപ്പോൾ എന്നെ വിളിക്കുമ്പം എന്നോട് പറഞ്ഞത്, ഇവിടെ വന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാം, എന്നിട്ട് സ്റ്റേജിൽ കയറാം. അപ്പോൾ ഞാനിത് വരുന്നത് ഒരു വെള്ളിയാഴ്ച രാവിലെയാണ്. അതായത് വെളുപ്പിന് ഒരു 3 മണിക്ക് വീട്ടിൽ നിന്ന് റെഡി ഇറങ്ങി 6 മണിയുടെ ഫ്ലൈറ്റിന് വന്ന് ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ മെൽബണിൽ വന്ന് കാലുകുത്തി. അപ്പോൾ കൃത്യമായിട്ട് തന്നെ എന്നെ റഷൻ കറക്റ്റ് ടൈമിൽ വന്ന് പിക്ക് ചെയ്തു. റഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാമാണ്. അപ്പോൾ റഷൻ എൻ്റെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ തന്നു. ഏകദേശം ഐഡിയ ഒക്കെ ആയി. ഞാൻ അത്യാവശ്യം ഒരു കോൺഫിഡൻസ് ഒക്കെ ആയി എനിക്ക്. ഏകദേശം നമ്മളിതാ മെൽബൺ നഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ എയർപോർട്ട് കുറച്ച് അകലെയാണ് മെൽബൺ ടൗണിൽ നിന്ന്. അങ്ങനെ മെൽബണിൻ്റെ ഭംഗിയൊക്കെ ഞാനിങ്ങനെ ആസ്വദിച്ച് കാറിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വളരെ കൗതുകമായി തോന്നിയൊരു പാലമാണ് ഇത്. യാറാ നദിക്ക് കുറുകെ ഉള്ളൊരു പാലമാണ് ഇത്. വെസ്റ്റ് ഗേറ്റ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നത്. പിന്നെ 2 സൈഡിലും കാണുന്നത് സ്റ്റീലും കൊണ്ടുള്ള സ്തൂപ. അങ്ങനെ എനിക്ക് നല്ല വിശപ്പായി. അപ്പോൾ എന്നോട് എന്ത് കഴിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ എന്താ ഒരു ശ്രീലങ്കൻ പ്രോഗ്രാമിനല്ലേ വന്നേക്കുന്നത്, എനിക്ക് ശ്രീലങ്കൻ ഫുഡ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. എൻ്റെ പൊന്നോ, അടിപൊളി ഫുഡായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ പാത്രം കണ്ടാലറിയാം ഞാൻ എത്രമാത്രം ആസ്വദിച്ച ആ ഫുഡ് കഴിച്ചത്. അങ്ങനെ 2 നല്ല പെയിൻറ്റിങ്ങൊക്കെ ആയിട്ട് ആ ഹോട്ടൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ അവർക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. അങ്ങനെ എന്താ റൂമിലേക്ക് ചെല്ലുന്നു. റൂമിൽ പോയി എന്നോട് പറഞ്ഞു റെസ്റ്റ് ചെയ്തോ, ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ അവിടുന്ന് നമ്മുടെ പ്രാക്ടീസ് തുടങ്ങുന്ന സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ അവിടെ ഓൾറെഡി പ്രാക്ടീസൊക്കെ തുടങ്ങിയായിരുന്നു. ഇത് സ്റ്റേജും ലൈറ്റും ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഈശാൻ. പോലെ നമ്മുടെ പിള്ളേരെയൊക്കെ പ്രാക്ടീസ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോൾ എന്നാ കുഴപ്പമെന്നാണെന്നറിയും, ഇവരെല്ലാം ഓൾറെഡി ഇത് പഠിച്ച് എല്ലാം റെഡി ആയിട്ടിരിക്കുന്നത്. ഞാൻ മാത്രമാണ് തലേദിവസം എന്ന് പറയാനില്ല, ഏകദേശം പ്രോഗ്രാമിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് പ്രാക്ടീസ് പോലും ഇല്ലാണ്ട് ഇതെല്ലാം കണ്ടന്നപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തന്നു. പ്രാക്ടീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ ആ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു വീഡിയോ എടുത്തു. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ഓഡിറ്റോറിയം. അങ്ങനെ റൂമിലൊക്കെ വന്ന് അന്ന് കിടന്നൊക്കെ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വീണ്ടും സ്റ്റേജിൽ വന്നു. അന്ന് രാവിലെയും ചെറിയൊരു പ്രാക്ടീസും സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ പയ്യെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങാനൊക്കെയുള്ള സമയമായി. അപ്പോൾ അതിനൊക്കെ ആയിട്ട് പോകാനൊക്കെ തുടങ്ങി. അപ്പോൾ എനിക്കൊരു 10 മിനിറ്റ് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ ബാക്കി പരിപാടികളൊക്കെ ഒന്നുകൂടെ ഇരുന്ന് കണ്ടു. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്.
അങ്ങനെ ഞാൻ എന്താ ഗ്രീൻ റൂമിൽ വന്നപ്പോൾ നായികയുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് റെഡിയായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയ സ്നാക്സൊക്കെ കിട്ടി. അതൊക്കെ ഞാൻ കഴിച്ചു. ഞാനങ്ങനെ ഡ്രസ്സൊക്കെ മാറി. എൻ്റെ ഫസ്റ്റ് ലുക്ക് ഇതാണ്. ഞാൻ രാജാവായിട്ടാണ്. അപ്പോൾ ഇത് ആക്ച്വലി കുറച്ച് നേരമേ ഉള്ളൂ. അത് കഴിഞ്ഞ് സെക്കൻഡ് ലുക്കിൽ എനിക്ക് ആക്ച്വലി അതൊരു ലോങ് സെക്ഷനാണ് ഈ സെക്കൻഡ്. അത് കുറേ നേരമുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി പിന്നെ ഫുള്ളെന്ന് പറയുന്നത്, അതായത് ഈ പ്രോഗ്രാമിൻ്റെ അവസാനം വരെ ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. ഇതെൻ്റെ ഫസ്റ്റ് ലുക്കിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ആക്ച്വലി ഇതൊന്നും എനിക്കവിടെ ആരെയും അങ്ങനെ പരിചയമില്ലാത്തതുകൊണ്ട് എനിക്ക് പ്രോപ്പർ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഇതൊക്കെ ഞാൻ പലരുടെയും കയ്യിൽ നിന്ന് കട്ടെടുത്ത വീഡിയോസാണ്. അങ്ങനെ ഇതാണ് എൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് അപ്പിയറൻസും ഫസ്റ്റ് ലുക്കിൻ്റെ ഒരു ചെറിയൊരു പോർഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് സെക്കൻഡ് സെക്ഷനിലെ ഒരു ജംഗിൾ സീനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അത് ആ കിഡ്സൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര എന്താ പറയുക, അവരോട് പറഞ്ഞു കൊടുത്ത പോലെ തന്നെ അവരെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല എന്താ പറയുക, കുറേ പേര് വന്നിട്ട് അടിപൊളിയായിരുന്നു, നല്ലതായിരുന്നു എന്നൊക്കെ ഒത്തിരി പേര് വന്നിട്ട് പറഞ്ഞു. ആക്ച്വലി ഇത് ഫുള്ള് അവരുടെ ലാംഗ്വേജിലാണ് ഇത് ഫുള്ള് സ്റ്റോറി പറയുന്നതും സോങ്സും എല്ലാം. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് കുറേ പേര് എന്നോട് വന്ന് എങ്ങനെ ഇതൊക്കെ മനസ്സിലായ കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പം അങ്ങനെ കുറേ പേര് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. എനിക്കത് ഭയങ്കര എന്താ പറയുക ഇഷ്ടപ്പെട്ടു. കാരണം നമുക്കറിയാത്തൊരു ഭാഷ, പിന്നെ ഒരു പരിചയമില്ലാത്ത ആളുകൾ, അപ്പോൾ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വിളിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാമൊക്കെ ചെയ്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് അന്ന് നൈറ്റ് ഫുള്ള് കിടന്നൊക്കെ ഉറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ റെഡിയായി. കാരണം എനിക്ക് ഏർലി മോർണിംഗാണ് ഫ്ലൈറ്റ്. ഇപ്പം ഞാൻ റെഡിയായി റൂമിൽ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഏർലി മോർണിംഗ് തന്നെയാണ് ഫ്ലൈറ്റ്. അതുകൊണ്ട് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എനിക്ക് മെൽബൺ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആക്ച്വലി ഒന്നും കാണാൻ പറ്റാത്തതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇഷാനോട് ഞാൻ പറഞ്ഞു ഞാൻ ഇനിയും വരും, എന്നെ ഇവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് അങ്ങനെ റഷാനോട് ബൈ ഒക്കെ പറഞ്ഞ് ഫ്ലൈറ്റ് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ കണ്ടു നോക്കുമ്പോൾ ബ്രിസ്ബെയിൻ എയർപോർട്ടാണ്. അപ്പോൾ എൻ്റെ അപ്പം പറയുന്ന പോലെ എല്ലാ യാത്രയും ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളുമാണെന്ന്. അപ്പോൾ ശരിക്കും എനിക്കിതൊരു അനുഭവമായിരുന്നു, ഒരു പാഠവുമായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രമാത്രം സന്തോഷം തന്നൊരു യാത്രയായിരുന്നു ഇത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ഷോയൊക്കെ എനിക്ക് ലൈഫിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ. അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നെ അവർ ട്രീറ്റ് ചെയ്ത് ശരിക്കും ഒരു സിനിമ നടനെ പോലെ കേട്ടോ. അത്രമാത്രം കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്കത് പറയാൻ യാതൊരു മടിയില്ല. കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഓരോ കാര്യങ്ങൾ. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ആദ്യം ചെയ്തത് എനിക്കവർ കുഞ്ഞൊരു ഗിഫ്റ്റ് ഹാമർ തന്നു. കുഞ്ഞതല്ല, ഇച്ചിരി വലുത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ തുറന്ന് നോക്കി എന്താണെന്നൊക്കെ നോക്കിയൊക്കെ ഇരുന്ന്. അപ്പോൾ ഒരു അടിപൊളി ഒരു സ്പ്രേയും പിന്നെ ഒരു ഹാൻഡ് വാഷ് ഹാൻഡ് ക്രീമൊക്കെ കൂടിയ ഒരു കുഞ്ഞൊരു ഗിഫ്റ്റ് ഹാമറും. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു ഇൻ്റർനാഷണൽ ഷോയൊക്കെ ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ ഒരു കുത്ത് ഒരു തള്ള് ഒരു ഉന്ത്, അതായത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പം വീണ്ടും കാണുന്നവരെ ബൈ ബൈ.